എല്ലാവർക്കും വോളിയം പ്രൊഫൈലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 12 വെനസ്ഡേ 2026. അപ്പോൾ നോർമലി എല്ലാ വെനസ്ഡേയും തേഴ്സ്ഡേയും നമ്മൾ സെൻസെക്സിനകത്താണ് ട്രേഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സെൻസെക്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സെൻസെക്സിൻ്റെ ലെവലും കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുൻപേ സെൻസെക്സിൻ്റെ ഒരു പുട്ടിൻ്റെ ചാർട്ട് മാത്രമാണ് ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ, ഓക്കെ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ. നമുക്ക് വാട്സപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇന്ത്യൻ മാർക്കറ്റിലെയും ഫോറക്സിലെയും ലെവൽസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അതിനുശേഷം എന്താണ് ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് നമ്മൾ സെൻസെക്സിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഗോൾഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്, കൊടുത്ത ലെവലിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കാറുള്ളൂ. അതിനല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മളിവിടെ സംസാരിക്കുന്നില്ല. ഓക്കെ, എന്താണ് വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിൽ കൊടുക്കുന്നത് അത് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഏതാണ് 257 മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈ സൈഡ് നോക്കാം. SL എന്ന് പറയുന്നത് 249 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ രണ്ട് ലെവൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം ഉള്ളതല്ല, ലൈവിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലൈവിൽ കൊടുത്ത ലെവലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് 1 മിനിറ്റ് ചാർട്ടാണ്. ഫസ്റ്റത്തെ ക്യാൻഡിൽ തന്നെ നമ്മൾ ലെവലിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 150 പോയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത്, കാരണം ഓൾറെഡി മൂവ് കഴിഞ്ഞതാണ്, അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ലോട്ട് നിങ്ങൾ നോർമൽ ലോട്ട് എടുക്കരുത്, സേഫായിട്ട് ലോട്ട് കുറച്ച് എടുക്കുക എന്നാണ്. സേഫായിട്ട് ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മാർക്കറ്റ് ഓൾറെഡി ഒരു മൂവ് സംഭവിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോർമൽ രീതിയിൽ നിന്ന് സേഫ് ആക്കിയിട്ട് കുറച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം കൊടുത്ത ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് നമ്മൾ ലെവലിൻ്റെ മേലെ ഓൾറെഡി ലെവലിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. റെഡ് ടെസ്റ്റ് വന്നു. ഓൾമോസ്റ്റ് 262 റേഞ്ചിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി. അതിനുശേഷം കൊടുത്ത ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ആ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 328 ലെവൽ അല്ലേ, ഏകദേശം ഒരു 6 പോയിൻറ്റിൻ്റെ SL ലെവലാണ്. അവിടുന്ന് മാർക്കറ്റ് ഏകദേശം 300 പോയിൻറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 6 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസ് ആണ്. ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആവും. അതിനുശേഷം നെക്സ്റ്റ് സെറ്റപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ലോജിക് കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് റീടെസ്റ്റിൽ ബൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ലെവലിലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ SL 370 ട്രെയിൽ ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് എന്താണ്, ഇത് ഓൾറെഡി വോളിയം പ്രൊഫൈൽ ഏത് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് ദിവസത്തെ പ്രൊഫൈലാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 381 മാർക്കറ്റ് തിരിച്ചു വന്നു. നമ്മൾ നമ്മൾ കൊടുത്ത പ്രൊഫൈലിന് സെക്കൻഡ് ഗ്യാപ്പാണത്. അവിടുന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 10 പോയിൻറ്റ് റിസ്ക്കിലാണ് മാർക്കറ്റ് അവിടെ നിന്ന് ഹെവി ആയിട്ടുള്ള മൂവ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ദിവസത്തെ പ്രൊഫൈലാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഗ്യാപ്പ് ഇത്, സെക്കൻഡ് ഗ്യാപ്പ് ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഫസ്റ്റ് മാർക്കറ്റ് റിജക്ഷൻ അടിച്ചു. മാർക്കറ്റ് നേരെ താഴെ വന്നു. ഓക്കെ, താഴെ വന്നു. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്തു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു അല്ലേ. ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇത് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ഓൾമോസ്റ്റ് എത്ര പോയിൻ്റ് ഉണ്ട് SL, സെയിം ഒരു 10 പോയിൻറ്റിൻ്റെ SL ആണ് വന്നിട്ടുള്ളത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1:4 അപ്പോൾ മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ, 50 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ടെലിഗ്രാമിൽ. അവിടെ ഞാനൊരു സിയുടെ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തു. അവിടെ നമ്മൾ സി എടുത്തത് എന്തുകൊണ്ടാണ്, ഇവിടെ ഇതിൻ്റെ താഴെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്തു, ഇതിൻ്റെ റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് ഫോളോ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു 1:18 നമ്മളെ കറക്റ്റ് സെക്കൻഡ് ഗ്യാപ്പ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം എന്താണ്, ഫസ്റ്റ് മേലെ ബ്രേക്ക് ചെയ്തു, സപ്പോർട്ട് എടുത്തു, താഴെ ബ്രേക്ക് ചെയ്തു, സ്വാഭാവികമായിട്ട് എന്താണ് റെസിസ്റ്റൻസ് കറക്റ്റ് 630 അത് ഫാള് ചെയ്തു. നമ്മളെടുത്ത് സിയുടെ പ്രീമിയം ഈസി ആയിട്ട് ഡബിളിൻ്റെ മേലെ നമുക്കത് മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ടൈമിലുള്ള ഒരു സിയുടെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പോയിൻറ്റ് മൂവ് ചെയ്തിരുന്നത്. ഏകദേശം എത്ര മണിക്കാണ് ആക്റ്റീവ് ആയത്, ഒരു 12:05 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ 331 പോയിൻ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് അത് മൂവ് ചെയ്തത് മീൻസ് 2:5 എന്ത് ചെയ്തു, നമ്മളെ ലെവലിൽ റീടെസ്റ്റ് വന്നു. അവിടുന്ന് ഏകദേശം 335 പോയിൻ്റാണ് എന്ത് ചെയ്തത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ തന്നെ സിയുടെ ചാർട്ട്, ഇത് ഏറ്റവും ചെറിയ സിയുടെ ചാർട്ടാണ്. സ്റ്റിൽ നിങ്ങൾക്ക് വേറെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 12:5 എന്ന് പറയുന്നത് ഏകദേശം 99, 96 സാധനമാണ് 250 വരെ അത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുത്ത കാര്യങ്ങൾ. അപ്പോൾ എന്താണ് അവിടെ കൊടുത്തത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കൊടുക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിനുശേഷം ഗോൾഡിലേക്ക് പോവാം.
ഗോൾഡിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ലെവലൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഓരോ ദിവസങ്ങളിൽ നമുക്ക് രാവിലെ മാർക്കറ്റിൽ ലെവൽസ് ചേഞ്ച് ആവും. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. സെല്ലെടുത്ത റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് റേഞ്ച്. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, എവിടെയും ടെലിഗ്രാമിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട്. ഇത് ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തതാണ്. ഇത് 2 റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു, സെല്ല് വന്നു. അതിനുശേഷം ഈ ഒരു ലെവൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്, അതിനുശേഷം 86 എന്ന ലെവൽ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് വെച്ചു. കാരണം 86 ഇന്നലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, 82, 86 എന്ന് പറയുന്നത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് സോണായിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ബൂസ്റ്റ് ചെയ്ത് കയറി പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 4004 to 4005 അത് നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്നാണ് നെക്സ്റ്റ് ഒരു സെല്ല് വന്നിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് നമ്മളെ സെറ്റപ്പ് അനുസരിച്ച് ഇന്നത്തെ ലെവൽസ് ഇവിടെ ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്നലത്തെ വാല്യൂ മീൻസ് വോളിയം ഏരിയാസിലാണ് ഇതുണ്ടായിരുന്നത് സെക്കൻഡ് സെല്ല്. അപ്പോൾ 2 സെല്ല് നമുക്ക് കിട്ടി, പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് നമുക്ക് കിട്ടി. അതിനുശേഷം കറക്റ്റ് നമ്മളെ ആ ഒരു സോൺ ഇന്നലെ തന്ന ലെവൽ, ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അറിയാൻ വേണ്ടി പറ്റും, ഞാൻ 2 റെസിസ്റ്റൻസും 2 സപ്പോർട്ടുമാണ് കൊടുത്തത്. ആ സപ്പോർട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് കയറി പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളെ ഏറ്റവും മേലത്തെ ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇതും വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. കാരണം 1, 2 ഫസ്റ്റത്തേൽ ഓൾറെഡി നമുക്ക് സെല്ല് വന്നു, 1:10 മേലെ വന്നു. രണ്ടാമത്തേൽ ഓൾമോസ്റ്റ് എത്ര നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20-22 പോയിൻ്റ് മേലെ മാർക്കറ്റ് ഇപ്പോഴും അതിനകത്ത് സെല്ല് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉണ്ടായിരുന്നുള്ളത്. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത കാര്യങ്ങളാണ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് കൊടുക്കാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് 2 ട്രേഡ് നമുക്ക് മാന്യമായ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബൈ എടുത്തവർക്കാണെങ്കിൽ അതിനകത്തും മാന്യമായ എല്ലാ ലെവലും, ഇന്നലെ കൊടുത്ത ലെവലും ഇന്ന് കൊടുത്ത ലെവലും എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ആർക്കെങ്കിലും വോളിയം പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്